ഹലോ. ഇന്ന് ഞാൻ പറയുന്നത് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. ഞാനൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റാണ്. അപ്പം ആ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് സംസാരങ്ങളാണ്. സത്യം പറയട്ടെ, ആദ്യം എനിക്ക് വളരെ ഭയമായിരുന്നു സംസാരിക്കാൻ. ഇപ്പോഴും ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. നമ്മൾ തെറ്റുമോ എന്നുള്ളൊരു പേടി, പിന്നെ ആൾക്കാർ ചിരിക്കുമോ എന്നുള്ള പേടി. ഒരു മലയാളം മീഡിയത്തിൽ പഠിച്ചു വന്ന ഒരാളാണ്. ഒരു ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് തൊട്ടാണ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയത്. അതിന് മുമ്പ് എനിക്ക് ഇംഗ്ലീഷിൻ്റെ ആൽഫബറ്റ്സ് പോലും അറിയത്തില്ല. മലയാളം മാത്രമായിരുന്നു എൻ്റെ ലാംഗ്വേജ്. അപ്പോൾ ഫിഫ്ത്തിൽ കയറുമ്പോഴാണ് നമ്മൾ ഇംഗ്ലീഷിൻ്റെ ആദ്യമായിട്ട് പഠിക്കാൻ തുടങ്ങിയത്. എങ്കിലും നമ്മൾ പഠിക്കുന്നു എന്ന് പറയുന്നത് ആദ്യം തന്നെ പഠിക്കുന്നത് എന്താണ്? റൈറ്റിംഗ് ആണ് പഠിക്കുന്നത്. ഒരിക്കലും സ്പീക്കിംഗ് പഠിക്കുന്നില്ല, ലിസണിങ് പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ക്ലാസ് ഒരു അവറിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ സാറ് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യമാണ് നമ്മൾ കേൾക്കുന്നത്. വീട്ടിൽ വന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ABCD പഠിക്കുന്നു, ABCD പഠിക്കുന്നു. ഇത് തന്നെ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തില്ല, എൻ്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസ് ഒട്ടും വർദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കോൺഫിഡൻസ് നേടാൻ ഞാൻ പല സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലും പോയി. ഒരു വട്ടം പോവും, 2 വട്ടം പോവും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്താണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും എന്നുള്ള ലെവലിലേക്ക് ഞാൻ വന്നത്. ഇപ്പം ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ പല കുട്ടികളും ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് അത് അക്വയർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. എങ്കിലും നമ്മുടെ മലയാളം മീഡിയങ്ങളിൽ ഇപ്പോഴും പഠിച്ചു വരുന്ന കുട്ടികൾക്ക് അതൊരു പ്രയാസമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽറ്റി, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഒരു 3 ടിപ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ എൻ്റെ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു ഇങ്ങനെ എന്ത് കാര്യം ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ നിന്നല്ല ഏത് സബ്ജക്റ്റ് പഠിക്കുമ്പോഴും നമ്മൾ ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, പെർഫെക്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കേണ്ട. ഇന്ന് ഞാൻ സംസാരിക്കുമ്പോഴേ ഞാൻ പെർഫെക്റ്റ് ആവാനല്ല ശ്രമിക്കുന്നത്. ഐ ജസ്റ്റ് വാണ്ട് ടു കൺവേ മൈ മെസ്സേജസ്. എൻ്റെ മെസ്സേജ് വേറൊരാളിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ അത് ഏറ്റവും സിമ്പിളായിട്ട് യൂസ് ചെയ്യുക. ഇപ്പം നമ്മൾ ആദ്യം പഠിക്കുന്നത് ടെൻസുകൾ പഠിക്കും. ആ ടെൻസുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ് എങ്ങനെയാണ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് എങ്ങനെയാണ്. പക്ഷേ എൻ്റെ സംസാരങ്ങളിൽ ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല. സിമ്പിളായിട്ട് നമുക്ക് സംസാരിക്കാൻ മാത്രം, സിമ്പിൾ എന്താ പറയുക, ഗ്രാമർസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ സംസാരിക്കാമെന്ന് മാത്രമായിരിക്കും ഞാൻ നോക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാനിപ്പം ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്. ഇപ്പം നമ്മളെക്കുറിച്ച് നമുക്ക് എന്താ പറയുക, ആദ്യം ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കണം അല്ലേ. ആ ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇംഗ്ലീഷ് നമ്മൾ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും നമ്മൾ പറയുന്നത്. എന്നാൽ പോലും നമുക്ക് എന്താ പറ്റും, ചില സമയത്ത് ഒരു വാക്കുകൾ കിട്ടാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു പേടി വരും അല്ലേ. ഒരു സിറ്റുവേഷൻസ് നിങ്ങളും ഇപ്പം എന്താ പറയുന്നത് അനുഭവിച്ച് കാണുമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മൾ മിററിന് മുന്നിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ തന്നെ നമുക്ക് കോൺഫിഡൻസ് ആക്കി എടുക്കാൻ പറ്റുന്നൊരു കാര്യം മിററിന് മുന്നിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഒരുപാട് വട്ടം ചെയ്ത ഒരു കാര്യമാണ്, പക്ഷേ അത് നല്ലൊരു ടിപ്പാണ്, എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നീട് വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, മിസ്റ്റേക്ക് ചെയ്യാൻ പേടിക്കരുത്. ഇപ്പം ഞാൻ ചെയ്യുന്നൊരു കാര്യത്തിലൊരു മിസ്റ്റേക്ക് ഉണ്ടൊക്കെ അല്ലേ, നമ്മൾ പറയുന്ന കാര്യത്തിലൊക്കെ മിസ്റ്റേക്കാണ്. ചിലപ്പോൾ പ്രിപ്പോസിഷൻസിൻ്റെ മിസ്റ്റേക്കാണ്, ഇന്ന്, അറ്റ്. ഇപ്പോൾ എല്ലാവർക്കും പെർഫെക്റ്റ് ആവണമെന്നൊന്നുമില്ല. പക്ഷേ അതെല്ലാം നമ്മളിപ്പം പേടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? കാര്യം ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു +2 പഠിക്കുന്ന കാലത്ത് ഒരു ഹിന്ദിയുടെ ഒരു സെക്ഷൻ നടക്കുവാണ്, ഹിന്ദിയുടെ ഒരു അവർ നടക്കുവാണ്. അപ്പം അവിടെ ഒരു ഡിബേറ്റ് നടക്കുവാണ്. അപ്പോൾ ആ ഡിബേറ്റിൽ നമ്മൾ സംസാരിക്കണമെന്ന്, നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കും. അപ്പോൾ സാറിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഹിന്ദി പഠിപ്പിക്കുക എന്നല്ല, ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നായിരുന്നു ആ സാറിൻ്റെ ഒരു ഉദ്ദേശം. എന്ന് വെച്ചാൽ ആൾക്കാരെ ഡിബേറ്റ് ചെയ്യാൻ, നമ്മളെ ചിന്തിക്കാൻ, നമ്മുടെ ഭാഗം നമുക്ക് എങ്ങനെ ന്യായീകരിക്കാം എന്നുള്ള രീതിയാണ് പഠിപ്പിക്കുന്നത്. അപ്പം ഞാൻ എടുക്കുന്ന ഒരു പോർഷൻസിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ആ വാക്ക് എന്തുവാണെന്ന് ഞാനിപ്പോഴും ഉപയോഗിക്കുന്നില്ല, ഒരു വേർഡ് എന്തുവാന്ന് ഞാനിപ്പോഴും ഓർക്കുന്നില്ല. ഒരു വേർഡ് ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു. ആ വേർഡിൻ്റെ മീനിങ് സത്യം പറഞ്ഞാൽ മീനിങ്ങേ അല്ല, വേറെന്തോ ഒരു മീനിങ്ങാണ് ആ വാക്കിന്. ഞാനിപ്പം പറഞ്ഞത് തെറ്റിപ്പോയി. അപ്പോൾ അവിടെ തന്നെ ഉള്ള ഒരു കുട്ടി, ആ കുട്ടി വേറൊരു സംസ്ഥാനത്തു നിന്ന് നമ്മുടെ സംസ്ഥാനത്തോട്ട് വന്ന ആളാണ്. അപ്പോൾ അവർക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. അപ്പോൾ ഉടനെ അവരെന്നെ കളിയാക്കി എന്നുവെച്ചാൽ നീ പറഞ്ഞത് തെറ്റാണ്. അപ്പോൾ അവർ ഉടനെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ബ്ലസ്സി പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു നിമിഷം ഉണ്ടല്ലോ, ഞാൻ ശരിക്കും പേടിച്ചു പോയി. കാര്യം ഞാൻ പറഞ്ഞത് റോങ് ആയി എന്തോ ഒരു മീനിങ്ങിലേക്ക് ആ കാര്യം വന്ന് എത്തിപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞ ഒരു ഭയം ഉണ്ടായി. അത് ഇന്നും ഞാൻ ഓർത്ത് വെച്ചേക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇന്നും ഞാൻ ആ കാര്യം ഓർത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ മനസ്സിൽ. അപ്പോൾ ഇങ്ങനെയുള്ള പേടികൾ നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവും. ഇപ്പോൾ ഒരു ദിവസമല്ല, എല്ലാ ദിവസങ്ങളിലും നമുക്ക് ഇങ്ങനെയൊക്കെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ടാവും. പക്ഷേ ആ മിസ്റ്റേക്ക് കൊണ്ട് ഞാൻ എന്നും ഇരുന്നെങ്കിൽ
എനിക്ക് ഒരിക്കലും സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാനിപ്പോൾ ഒരു എന്താ പറയുക IT ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ എപ്പോഴും ഇംഗ്ലീഷാണ് നമുക്ക് സംസാരിക്കേണ്ടത്. എല്ലാവരോടും സംസാരിക്കുന്നത് ഇംഗ്ലീഷാണ്. അപ്പം നമ്മൾ ആ ഒരു മിസ്റ്റേക്ക് ഓർത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പം മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബെസ്റ്റ് ടീച്ചറാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം മിസ്റ്റേക്കിനെ പേടിക്കണ്ട. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ടാലൻ്റ് അല്ല, അതൊരു സ്കില്ലാണ്. അപ്പം പ്രാക്ടീസ് ചെയ്താൽ ആർക്കും സംസാരിക്കാൻ പറ്റും. ഇങ്ങനത്തെയുള്ള ടിപ്സിന് വേണ്ടി ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.